ഉണ്ട്. കുറേ കൊല്ലം ഇവിടെ താമസിക്കുന്നത്. സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഞാൻ 8 തൊട്ട് 10 വരെ പഠിച്ചത് ഹോസ്റ്റലിലാണ്. ഞങ്ങൾക്കൊരു വീട് വേണം. മഴ പെയ്ത് ചോരും മൊത്തം ബക്കറ്റൊക്കെ വെച്ചാൽ കടന്നുറങ്ങണം. എൻ്റെ പേര് വാസു. നേരക്കാട്ട് ഇവിടെ താമസം. എനിക്ക് നല്ല വീടില്ല. ഇപ്പം കുറേ കാലം എന്തെങ്കിലും കിട്ടിയിട്ട് നേരത്തെ ഇവിടെ അശ്വതി പറഞ്ഞിരുന്ന ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുള്ള ഫീസിൻ്റെ പ്രശ്നം, ആദ്യത്തെ മാസത്തെ ഫീസ് ഇവിടെ വെച്ചുകൊണ്ട് കൊഴിഞ്ഞമ്പാറ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രഘുനാഥിന്റെ നേതൃത്വത്തിൽ നൽകിയിരിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടും 4 മാസത്തെ ഫീസ് കൂടി അവർ നൽകുമെന്ന് ഈ ഗാന്ധിഗ്രാമം പദ്ധതിയിൽ രമേശ് ചെന്നിത്തല സാറിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. DCC പാലക്കാട് DCC സെക്രട്ടറി ബാലേന്ദ്രനും അവരെ കൂടെയുള്ള ആളുകളും കൊഴിഞ്ഞമ്പാറ ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ ഇവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ പഠനം കഴിയുന്നവരെയുള്ള ഹോസ്റ്റൽ ഫീസ് ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗാന്ധിഗ്രാം കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് വാസുവേട്ടൻ നമ്മോട് സംസാരിക്കും. ഞാൻ ഈ ഞാറക്കാട്ട് കോളേജിൽ താമസിക്കുന്നതാണ്. എനിക്ക് വീട് നല്ല രീതിയിലുള്ള വീടില്ല. ഒക്കെ പൊളിഞ്ഞ് പട്ടിയൊക്കെ ചെതൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ എനിക്ക് 60 വയസ്സായി. ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ട് എനിക്കിതുവരെ ശരിയായിട്ടില്ല. കുട്ടിന് അത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ 2 വയസ്സ് കുറവുണ്ട്. അപ്പോൾ 2 വയസ്സ് കുറവുണ്ട് സർട്ടിഫിക്കറ്റിൽ. അത് ഞാനൊരു 3-4 സ്കൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതിന് കൊണ്ട് ആയിരിക്കാം വയസ്സ് അങ്ങനെ വരാനാണ്. കുറവായതുകൊണ്ടാണ്. പിന്നെ കുട്ടികളാണെന്ന് വെച്ചാൽ എൻ്റെ മോനൊരു ജോലി കുറേ ശ്രമിച്ചൊന്നും ശരിയായില്ല. ഒരു മോളേ ഉണ്ട്. അപ്പോൾ അതിന് മോനെന്തെങ്കിലും ഒരു ഇതിലാവണം. വീടില്ല. വീടിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. പള്ളിയിലുള്ള ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വന്ന് പാട്ട് പാടാമോ? കൃഷ്ണ 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 ഇതാണ് പണിയൊന്നും കഴിഞ്ഞു. പിന്നെ കട്ടയൊക്കെ പിന്നെ വീട്ടു നമ്പർ റേഷൻ കാർഡിൽ ശരിയായിട്ടില്ല. വീട്ടു നമ്പർ പിന്നെ മക്കളെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ പിന്നെ ഭർത്താവിന് ആക്സിഡൻറ്റ് പറ്റിയതാണ്. കാര്യം കമ്പ്യൂട്ടർ കാര്യമാണ്. എല്ലാവരും മാതിരി കാര്യം കളയൂല. കൃഷ്ണയുടെ പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചത്. സാർ അത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ്. അടുത്ത ആള് സംസാരിക്കും. ബഹുമാനപ്പെട്ട സാർ, എൻ്റെ പേര് എനിക്ക് കോഴിപ്പള്ളി. സത്യം, ഞാൻ എഴുത്തിന് പോകാൻ വേണ്ടിയിട്ട് 5 മാസം നടപ്പിലായിരുന്നു. ഇപ്പം പണിക്കൊന്നും പോകാൻ പറ്റില്ല. വീടാണെങ്കിൽ പണി തീർന്നിട്ടില്ല.
ഞാൻ നിൽക്കുകയാണ്. അമ്മ പക്ഷേ സാറ് എന്നെ സഹായിക്കാൻ ഉണ്ടായിരുന്നു. സന്തോഷം. അടുത്ത ആള് ഞാൻ ഞാറക്കാട്ടെ വെള്ളായുടെ മോള് ഷീബയാണ്. അമ്മയ്ക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. പട്ടയത്തിന് വേണ്ടിയിട്ട് ഞാൻ കളക്ടറേറ്റിൽ പോയപ്പോൾ അപേക്ഷ കൊടുത്തു. അപ്പോൾ അവിടുന്ന് അവർ രജിസ്റ്റർ നോക്കണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അവർ അമ്മയുടെ പേര് മാത്രം കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പുതിയത്തായിട്ടുള്ള സ്റ്റാഫിനെ കൊണ്ടുപോയി നോക്കിച്ചിട്ട് അവർ ഫയലൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ വില്ലേജിലോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ട് വില്ലേജിൽ നിന്ന് അയച്ചെന്ന് അവർ പറഞ്ഞിട്ട് വില്ലേജിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ അയച്ചിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം വില്ലേജിൽ പോയി, ഇതുവരെ അയച്ചിട്ടില്ല. പിന്നെ ഷാനി ചേച്ചിയോട് പറഞ്ഞിട്ട് ഷാനി ചേച്ചി അമ്മേനെ കൂട്ടിയിട്ട് പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ പറഞ്ഞ് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താ ഷാനി ചേച്ചിയാണ് പിന്നെ പഞ്ചായത്തിൽ ഇപ്പോൾ റെഡിയാക്കി കൊടുത്തത്. അമ്മയ്ക്ക് കൊണ്ടുപോയി നടക്കാനും പോകാനൊന്നും വയ്യ, കാല് വയ്യാത്തതാണ്. വില്ലേജിൽ ചോദിക്കുമ്പോൾ പറയും അന്വേഷിക്കണം എന്നാ പറയാ. ഇതുവരെ കിട്ടിയില്ല. വീട് പിന്നെ ചോറുണ്ട് അല്ല അതിനപ്പുറത്ത് 2ാമത്തെ വീട് എൻ്റെ സ്വന്തം വീടാണ്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ട് പെരുമ്പോയിൽ കവിതച്ചിൻ്റെ വാർഡിലെ ആളാണ് ഞാൻ. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരെ മോളെ കല്യാണം കഴിഞ്ഞു. വരുന്ന ആ സൈഡിലോട്ടുള്ള വീട്. അപ്പോൾ എൻ്റെ 2ാമത്തെ മോളെല്ലാം പഠിപ്പൊക്കെ കഴിഞ്ഞത് BCom കഴിഞ്ഞു. കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. ഡാറ്റ എൻട്രിങ് കോഴ്സൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ചെറിയ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. PSC എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോളെ കല്യാണം നിശ്ചയിച്ചിന് ഡേറ്റ് ഉറപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ സുബ്രഹ്മണ്യൻ്റെ മകനാണ് എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത്. ഡേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു. എൻ്റെ മോളെ കല്യാണത്തിനായിട്ടെങ്കിൽ എന്തെങ്കിലും സഹായമായിട്ട് വലിയ മോളെ കല്യാണം കഴിച്ചത് കുറച്ച് കടങ്ങൾ ബാക്കിയുണ്ട്. ആധാരൊക്കെ ബാങ്കിലാണ്. 2 പെൺകുട്ടികൾ. വലിയ മോളും BCom കഴിഞ്ഞു. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ചെറിയൊരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ആള് സംസാരിക്കും. ഹലോ സാറേ, എൻ്റെ പേര് ശ്രീനജ. ഞാനിവിടെ ചവനൂർ എട്ടാരണ്ടിൽ 20 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ ലോണടിച്ചിൻ്റെ ഓട്ടോയുടെ പേര് മോളെ പേരിട്ടതാണ് ഹരിനന്ദ. പിന്നെ ഓട്ടോ ഒക്കെ ഉണ്ട്, പക്ഷേ ലോൺ അടയ്ക്കാനോ കിട്ടുന്നു. പിന്നെ അത്യാവശ്യ ചിലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ മക്കളെ പഠിപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ മോക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അരങ്ങേറ്റത്തിന് 50,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ നിർത്തി. ഓളൊരു വലിയൊരു ആഗ്രഹമാണ് ഒരു ഡാൻസ് പഠിച്ചിട്ട് ഇതാവണം എന്നുള്ളത്. പിന്നെ മോനെ ഞങ്ങൾ ഒരു അക്കാദമിയിൽ ചേർത്തിട്ടുണ്ട്. അതിനങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ വീടാണെങ്കിൽ പിന്നെ ഇതില്ലേ മിലിറ്ററി അക്കാദമിയിൽ അന്നപ്പോൾ SLC കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അക്കാദമി ചേർത്തുണ്ട്. അപ്പോൾ ആദ്യം 18,500 അടയ്ക്കണം. പിന്നെ ഹോസ്റ്റലായിട്ടാണ്. അപ്പോൾ അതിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യപ്പെട്ട് ചേർന്നതാണ്. പിന്നെ വീടിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന തറവാടാണ്, അമ്മേൻ്റെ അടുത്താണ്. അപ്പം വീടൊക്കെ മോൾക്കൂരൊക്കെ നേരം ചോർന്ന് നിൽക്കുന്നുണ്ട്. വാർപ്പാണ്. ഇനി അതെൻ്റെ മോൾ കുറച്ച് സിമെൻ്റൊക്കെ തേച്ചിട്ട് അതൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നാക്കണം. അത്യാവശ്യം ഒന്ന് പെയിൻ്റ് അടിക്കാനും ഇതൊക്കെ ഉണ്ടെന്ന് വൃത്തിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. മക്കളിങ്ങനെ എപ്പോഴും പറയും ഈ വീടിനൊരു വൃത്തിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് മക്കളെ പഠിപ്പാണ്. പിന്നെ വണ്ടീൻ്റെ ലോണ് കുറേ അടയ്ക്കാനുണ്ട്. അപ്പം അതിങ്ങനെ അടച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങുന്നില്ല. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടിയാൽ പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പോവാൻ യാത്രയ്ക്ക് സൈക്കിള് പിന്നെ ഒരു ലാപ്ടോപ്പ് പഠിക്കാൻ ഇപ്പോൾ പഠിക്കുന്നത്